ഇതാണ് ഷോപ്പിന്റെ നെയിം കേട്ടോ. വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. ഇതാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കൂടെ പുറത്തേക്ക് വന്നേക്കുവാണ്. പിന്നെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, എരിവ് കാരണം വർത്താനം പറയാൻ പറ്റണില്ല. പറയണ എത്രത്തോളം വാക്കുകൾ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നാവ് ഭയങ്കര എരിവാണ്. എരിവാവാൻ കാരണം എന്താ ഞാൻ പറയാം കേട്ടോ. അപ്പം അതിന് മുന്നേ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, ഇത് ഭംഗിയാ കണ്ടോ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി കാണുന്ന കാഴ്ച, നമുക്ക് വലിയ അതിശയപ്പെടേണ്ട കാഴ്ചകളൊന്നുമല്ല. നിങ്ങൾ കാണുന്നവർക്ക് ക്വാളിറ്റി ആയിരിക്കും, സ്പെഷ്യൽ ആയിരിക്കും. കണ്ടോ എന്ത് രസമാണെന്ന് കണ്ടേ ഇവരുണ്ടോ. നമ്മളവിടെയൊക്കെ ഞാൻ ഇങ്ങനത്തെ കാഴ്ചയൊന്നും കാണാറില്ല. കണ്ടോ, ഇവരവിടെ ക്ലീനിങ് ആണ്. സൈഡിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ ക്ലീൻ ചെയ്യുന്നു കണ്ടോ, അടിച്ചു വാരുന്നുണ്ട് അവിടെ. അത്രത്തോളം പെർഫെക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഏരിയ കേട്ടോ. നല്ല സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, സൂപ്പർ. ഇത് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. എന്താണെന്നല്ലേ, ഇതിപ്പോൾ കാണുമ്പോൾ പൈനാപ്പിള് ഇച്ചിരി മുളക് പൊടി തേച്ചത് അത്ര തന്നെ ഉള്ളൂ. ഇത് ഉപ്പിലിട്ട് നല്ലപോലെ പൊതിർന്നിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇത് സാധാരണ ഇതിൽ ഒരു 2 ദിവസം 3 ദിവസം ഇടുമ്പോഴേക്കും അങ്ങനെയാണ് കഴിക്കാറ്. ഇതിപ്പം മാക്സിമം നമ്മൾ നെല്ലിക്കിട്ട് വെക്കില്ലേ ഒരു 2 ആഴ്ചയൊക്കെ, അതുപോലെ ഇട്ട് വെച്ചിട്ട് വർത്തനം പറയാൻ പറ്റണില്ല. അത്രത്തോളം വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, കപ്പലൂറുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കടിച്ച് കാണിച്ചു തരാം കേട്ടോ. അത്രത്തോളം വാവ്, വയ്യ കഴിക്കുമ്പോൾ വർത്തമാനം പറയാൻ പറ്റണില്ല. അപ്പം ഇതുപോലെ ഇനിയും കുറേ വെറൈറ്റി കാര്യങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എരിവ് തിന്നവൻ വെള്ളം കുടിച്ചേ തീരൂ. കാരണം എല്ലാത്തിനും നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ മുളക് പൊടീൻ്റെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു സോസ് പോലെ ഉണ്ട്, അതൊഴിച്ച് കഴിക്കാം കേട്ടല്ലോ. അപ്പം നമ്മളെല്ലാം കഴിച്ച് നല്ല എരിവോടെ ഇരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പം എരിവ് കാരണം ക്ലിയറായിട്ട് വർത്താനമേ പറയാൻ പറ്റണില്ല, അതാണ് സത്യം കേട്ടോ. പിന്നെ ഉപ്പിലിട്ട കാര്യങ്ങൾ 1 അല്ല 2 അല്ല, പല തരത്തിലുള്ള കാര്യങ്ങൾ ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ നെല്ലിക്കയുണ്ട്, അല്ലാത്ത നെല്ലിക്കയുണ്ട്, സ്റ്റാർ ഫ്രൂട്ട്സ്, എന്താ പറയുക 1, 2 അങ്ങനെ എടുത്തെടുത്ത് പറയാനേ പറ്റുന്നില്ല. എരിവ് കാരണം വർത്താനമേ പറയാൻ പറ്റുന്നില്ല എന്നാണ് സത്യം കേട്ടോ. പക്ഷേ ഈ ചോളം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കഴിച്ചു നോക്കി. പക്ഷേ എനിക്ക് ചോളം തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഉപ്പിലിട്ട കാര്യങ്ങൾ കഴിച്ചപ്പോൾ ചോളം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്ര കഴിച്ചാലും മതി വരാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച വരെ ഇവിടെ വർക്കിംഗ് ഡേ ആണ് കണ്ടോ. എല്ലാവരും പണിയെടുക്കുവാണ്, ലീവില്ല. നമുക്കൊക്കെ നമ്മളെ സ്റ്റേറ്റിലൊക്കെ ലീവാണ്, പക്ഷെ ഇവിടെ ലീവില്ല, പണിയെടുക്കണം. ഇത് എവിടെ നിന്നല്ലേ, തമിഴ്നാടാണ് സംഭവം. കണ്ടില്ലേ മെഷീൻ. ആദ്യം നമ്മൾ 2 കൈ കൂടെ കൂട്ടി അടിച്ചുള്ള കട്ട് ചെയ്യണ ഒരു കത്രികയായിരുന്നു. ഇപ്പം മെഷീനാണ്, മെഷീൻ കത്രികയാണ്. കൈ കൊണ്ട് ജസ്റ്റ് വൺ സൈഡ് കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ സംഭവം എല്ലാം സെറ്റാണ്. പണ്ടൊക്കെ ആകുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി അടിച്ചടിച്ച് ഷോൾഡറൊക്കെ ഭയങ്കര വേദനയായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഒരു നയിപ്പില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കുക, അത്ര തന്നെയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഊഞ്ഞാൽ എന്നുള്ളത് എപ്പോഴും നമുക്കൊരു മെമ്മറിയാണ്, ഒരു നൊസ്റ്റ് അടിക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങളൊരു ഊഞ്ഞാലുണ്ട്, അതിലാടാൻ പോകണം. പക്ഷെ ഭയങ്കര ഹൈറ്റ്, കയറി ഇരിക്കാൻ പറ്റില്ല. ഒരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുള്ളൂ. പാള് വരട്ടെ, കയറി ഇരിക്കാം കേട്ടോ. എന്നിട്ടൊരു വീഡിയോ ബാക്കി എടുക്കാം.